ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഇതൊരു സാധ്യതയാണ്. ഈ സാധ്യത ആദ്യം പരീക്ഷിച്ചത് പരിശുദ്ധ അമ്മയാണ്. എന്താണ് സാധ്യത? വേണ്ട സമയത്ത് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ സമീപിക്കാവുന്നാണ് പറയണത്. എന്താണ് വേണ്ട സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. കരുണ എന്ന് പറയുമ്പോൾ 2-3-4 അർത്ഥങ്ങൾ അതിനകത്തുണ്ട് കരുണയ്ക്ക്. ഒന്ന്, നമ്മൾ ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്നറിയത്തില്ല. അതായത് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളും നമ്മളെ യോഗ്യമാക്കി ദൈവം അങ്ങ് ഏകപക്ഷികമായിട്ട് ദൈവം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്യും. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കടം യാതൊരുവിധ റെമിറ്റൻസും ഇല്ലാതെ അങ്ങ് ഫ്ലാറ്റായിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനാണ് ഒരു വ്യക്തിയെ ജസ്റ്റിഫൈ ചെയ്തെടുക്കുക. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. തിയോളജിയിലെ ഭയങ്കരമായൊരു സബ്ജക്റ്റാണത് ജസ്റ്റിഫിക്കേഷൻ. ഈ കരുണ പലപ്പോഴും ജസ്റ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ പഴയ ഫയലെല്ലാം പരിശോധിച്ചാൽ ഈ ജന്മത്ത് നമുക്ക് ദൈവം ഒരു അനുഗ്രഹം കിട്ടാനുള്ള സാധ്യത ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ പഴയ ഫയലൊക്കെ പരിശോധിച്ചാലേ ഈ ജന്മത്ത് ഒരു ഫേവർ കിട്ടാനുള്ള യാതൊരു സാധ്യത ഉണ്ടാകത്തില്ല. ഇവിടെ ദൈവത്തിൻ്റെ കരുണ വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ജസ്റ്റിഫിക്കേഷൻ. എന്നുവെച്ചാൽ എങ്ങനെയാണ് അത്? ആ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ലഭിക്കണം. വെറുതെ അല്ല, ഓശാരം കിട്ടണമല്ലത്. ദൈവം ജസ്റ്റിഫിക്കേഷന് വേണ്ടി ഒരാളെ ഉയർത്തിയിട്ടുണ്ട്. ആരാണത്? ക്രിസ്തുവിനെ. എന്നിട്ട് ക്രിസ്തുവിൻ്റെ കുരിശുരൂപം കണ്ടിട്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അവൻ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് ജസ്റ്റിഫിക്കേഷൻ വരണത്. അത് വെറുതെ അവനല്ല, ക്രിസ്തുവിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്ന്. അതാണ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആയിട്ട് വരണത്, വിശ്വാസത്തിൽ നീതീകരണം വരണത്. യേശു എനിക്ക് പകരക്കാരനായി, എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. റോമ 8:3 ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. അതിനെ കുരിശുരൂപം ഇങ്ങനെ വെച്ചിരിക്കണത്. ഇപ്പം മിക്ക കത്തോലിക്ക റീത്തുകളിലും കുരിശുരൂപം ഇങ്ങനെ രൂപത്തോടെ കാണിക്കും. ചില സഭകളിൽ കുരിശ് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓർത്തഡോക്സ് സഭയിലൊക്കെ
പീഡാനുഭവം അനുഭവിച്ച പഞ്ചക്ഷതങ്ങളെ കാണിക്കും, മുൾക്കിരീടത്തെ കാണിക്കും, തിരുവിലാലും മുറിവ് ഇങ്ങനെ തുറന്നു കിടക്കണ കാണിക്കും. എന്താ കാര്യം? ഇത് കണ്ടുകൊണ്ടാണ് അവന് ഭാവിക്കണമെന്നൊരു വചനമുണ്ട്. ആണിത് വരണത്. അവിടുന്ന് അവൻ